ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. 2 ശമൂവേൽ 9:7. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചിരിക്കുന്നു, നിനക്ക് വസ്തുവെല്ലാം തിരികെ തന്നിരിക്കുന്നു. നീയോ നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു. നീയോ നിത്യം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ് ശൗൽ. ശൗൽ രാജാവിൻ്റെ മകനാണ് യോനാഥാൻ. യോനാഥാൻ്റെ മകനാണ് മെഫീബോശത്ത്. ഈ മെഫീബോശത്ത് വേദവസ്തിലൊരു അത്ഭുത കഥാപാത്രമാണ്. വളരെ മനോഹരമായ ഒരു സംഭവത്തിൻ്റെ പിന്തുടർച്ചയാണ് മെഫീബോശത്തിൻ്റെ ജീവിതം. മെഫീബോശത്ത് യോനാഥാൻ്റെ മകനാണ്, ശൗലിൻ്റെ മകൻ്റെ മകനാണ്. മെഫീബോശത്ത് ശൗൽ രാജാവ് മരിച്ചതിന് ശേഷം, തൻ്റെ സ്വന്തം അപ്പനായി യോനാഥാൻ മരിച്ചതിന് ശേഷം വലിയൊരു അപകടത്തെ നേടുകയുണ്ടായി. വലിയൊരു അപകടം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് ഈ മെഫീബോശത്തിന് തീരെ കൊച്ചു കുട്ടിയാണ്. ഈ കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടിയെ നോക്കുന്ന ആ സ്ത്രീ എടുത്തുകൊണ്ട് ഓടുമ്പോൾ കയ്യിൽ നിന്ന് കുട്ടി താഴെ വീണു. അന്ന് മുടന്ത് പറ്റിയതാണ്. 2 കാലം മുടന്താണ്. 2 കാലം മുടന്ത്. അപ്പം മരിച്ചു, അപ്പൻ്റെ അപ്പൻ മരിച്ചു. നല്ല സമൃദ്ധിയുള്ള ഒരു തറവാടായിരുന്നു ശൗലിൻ്റെ തറവാട്. ശൗലിൻ്റെ അപ്പനായ കീശ് ധനികനായി സമ്പന്നനായിരുന്നു. ആ ശൗൽ രാജാവായി തീർന്നതിന് ശേഷം വലിയ സമ്പത്തും സമൃദ്ധിയും എല്ലാം ഉണ്ടായി. പല യുദ്ധങ്ങൾ ജയിക്കുകയും ചെയ്തു. പക്ഷേ ശൗലും പുത്രന്മാരും ഗിൽബോ പർവ്വതത്തിൽ വെച്ച് പട്ടുപോയി. യുദ്ധത്തിൽ ഭയങ്കരമായ യുദ്ധമാണ് നടന്നത്. ഭയാനകമായ യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ശൗലും പുത്രന്മാരും എല്ലാവരും ഒരുപോലെ മരിച്ചുപോയി. വലിയൊരു നഷ്ടമാണ് വന്നത്, വലിയ കഷ്ടമാണ് വന്നത്. ആ കുടുംബത്തിന്മേൽ വലിയ കഷ്ടമാണ് വന്നത്. ഈ ശൗൽ ജീവിച്ചിരിക്കുമ്പോൾ ശൗലിൻ്റെ മകളെ മീഖളെ വിവാഹം കഴിച്ച ദാവീദുമായി വലിയ അകൽച്ചയുണ്ടായി. ഭയങ്കരമായ അസൂയായിരുന്നതിന് കാരണം ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 എന്ന് ജനം പ്രകീർത്തിച്ചു. ശൗൽ രാജാവ് വിചാരിച്ച് 1000 പേരെ കൊല്ലാനേ പറ്റിയുള്ളൂ. എന്നാൽ ഫെലിസ്ത്യർ 10,000 പേരെ ദാവീദ് കൊന്നു എന്ന് പറയുമ്പോൾ ശൗലിന് സഹിച്ചില്ല. സ്വന്തം മരുമോനാണ്, മോളെ കെട്ടിയ മോനാണ്. പക്ഷേ അവൻ എന്നേക്കാൾ പ്രസിദ്ധനായി എന്ന് വരുമ്പോൾ ഒരു അസഹ്യത, ഒരു അസഹിഷ്ണുത, അസൂയ ശൗലിനുണ്ടായി. ശൗല് ദാവീദിനെ നശിപ്പിക്കാൻ തക്കം നോക്കി. ഈ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നല്ല രസകരമായ കഥകളാണ് ഇതെല്ലാം. മനോഹരമായി കുട്ടികൾക്ക് പോലും വായിച്ച് രസിക്കാൻ കൊള്ളാവുന്ന കഥകളാണ്. വായിച്ചു പോകും, മനോഹരമാണ്. ശൗൽ രാജാവ് ദാവീദിനെ വേട്ടയാടി. ദാവീദിനെ കൊല്ലാൻ സൈന്യത്തോടുകൂടി പുറപ്പെട്ടു. ദാവീദ് ഓടി ഒളിച്ച് പല ഭാഗങ്ങളിലും കഴിഞ്ഞ് ദാവീദ് വിഷമിച്ചു പോയി. അമ്മായിപ്പം തന്നെ കൊല്ലാൻ വരുന്നത് കണ്ടപ്പോഴേക്കും ദാവീദ് വിഷമിച്ച് കാടുകളിലും മലപ്പാറകളിലും ഒളിച്ചു. ഒരു ദിവസം ഈ ദാവീദ് യോനാഥാനോട് കാര്യം പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ 1-ാമത്തെ പുസ്തകത്തിൽ കാണാം. എന്താണെന്ന് വെച്ചാൽ പറയാൻ കാരണം, യോനാഥാനും ദാവീദും തമ്മിൽ വലിയ ഇഷ്ടമായിരുന്നു. ശൗലിൻ്റെ മകനായ യോനാഥാനും
യോനാഥാൻ്റെ പെങ്ങളാണല്ലോ മീഖൾ. പെങ്ങളെ കല്യാണം കഴിച്ച് ദാവീദും യോനാഥാനും രണ്ടുപേരും വലിയ സ്നേഹമായിരുന്നു. അപ്പന് ചെയ്യുന്നത് ശരിയല്ല എന്ന് യോനാഥാൻ അറിയാമായിരുന്നു. അപ്പൻ ദാവീദിനെ ഇങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല എന്ന് വാസ്തവമായിട്ടും യോനാഥാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് യോനാഥാൻ ഒരു ദിവസം ഈ ദാവീദിനെ പോയി കണ്ടു. വായിക്കാം, 1 ശമൂവേൽ 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നുവെന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയുകയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നെ കൊല്ലാൻ ശൗൽ നോക്കുന്നു എന്നുള്ള കാര്യം യോനാഥാൻ ഗ്രഹിക്കരുത് എന്ന് ശൗൽ കരുതിയിരുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. പിന്നെ എന്നാൽ യഹോവയാണ് നിന്നാണ്, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേയുള്ളൂ എന്ന് സത്യം ചെയ്തു പറഞ്ഞു. ദാവീദ് പറഞ്ഞു, യഹോവയാണ്, എന്നാൽ യഹോവയാണ് നിന്നാണ്, ആണിട്ട് പറയുകയാണ്, എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. സത്യം ചെയ്തു, ഞാൻ ഒട്ടും താമസിക്കാതെ മരിക്കും. ശൗൽ രാജാവ് എന്നെ കൊല്ലും. ഒരു രാജാവും സൈന്യവും മുഴുവൻ എൻ്റെ പിന്നാലെ ഓടി വന്നാൽ, പാഞ്ഞു വന്നാൽ എന്നെ തകർക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇനി എനിക്കും മരണത്തിന് മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ. വളരെ സങ്കടപ്പെട്ടാണ് ദാവീദ് പറഞ്ഞത്. താമസിക്കാതെ മരിക്കും, എന്നെ കൊല്ലും, നല്ല ഉറപ്പായിട്ട്. കാരണം ഒരു വലിയ സൈന്യത്തോടു കൂടി രാജാവ് വന്നാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് എത്ര കാലം എനിക്ക് ഒളിച്ചു പറക്കാൻ പറ്റും? എന്നെ കൊല്ലും. എന്നാൽ എനിക്കും മരണത്തിനും മധ്യേ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. ഉടനെ പറയാം. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാനത് ചെയ്തു തരുമെന്ന് പറഞ്ഞു. യോനാഥാൻ പറഞ്ഞു, നിൻ്റെ ആഗ്രഹം എന്ത്? മരിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, പക്ഷേ നിൻ്റെ ആഗ്രഹം എന്ത്? ഞാൻ ചെയ്തു തരാം, എനിക്ക് സാധിക്കുന്നിടത്തോളം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും തമ്മിലൊരു ഉഭയസമ്മതം ചെയ്തു. രണ്ടുപേരും പരസ്പരം വാക്ക് പറഞ്ഞു. 8-ാം വാക്യം വായിക്കാം. എന്നാൽ അങ്ങുന്ന് അടിയനോട് ദയ ചെയ്യണം, അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. എന്നോട് നീ സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് പറയാണ്, എന്നോട് നീ സഖ്യത ചെയ്തല്ലോ, എന്നോട് നിനക്ക് സ്നേഹമാണെന്നും നീ എന്നെ രക്ഷിക്കുമെന്നെല്ലാം എന്നോട് പറഞ്ഞല്ലോ. നന്നായി, എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നോട് സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിൽ ഉണ്ടെങ്കിലോ അങ്ങുന്ന് തന്നെ എന്നെ കൊല്ലുക. എന്നോട് പറയാണ്, രാജാവ് എന്നെ കൊല്ലാൻ നോക്കുന്നു, നീ എന്നെ കൊന്നുകൊള്ളൂ. വല്ല കുറ്റം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ എന്നെ കൊന്നുകൊള്ളൂ. യോനാഥാനോട് ദാവീദ് പറയാണ്, വല്ല കുറ്റം എൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ നീ എന്നെ കൊന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തൊരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൻ നിന്നെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കാതിരിക്കുമോ? നീ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന എൻ്റെ അടുത്താന്ന് ഞാൻ പറയില്ലല്ലോ, ഞാൻ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ഇനി 10-ാം വാക്യം. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായി ഉത്തരം പറഞ്ഞാലോ അത് ആർ എന്നെ അറിയിക്കുമെന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ രാജാവല്ലേ, രാജാവ് എന്നെ കൊല്ലം നോക്കിയാൽ എനിക്ക് രക്ഷ കിട്ടാൻ വേറെ വഴിയില്ലല്ലോ, നമുക്ക് ഒരുമിച്ച് കാര്യം ചർച്ച ചെയ്യാം, ചിന്തിക്കാം എന്ന് പറഞ്ഞ് യോനാഥാൻ ദാവീദിനെ കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയി. വയലിൽ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. അതാണ് അതേ അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ കാണുന്നത്. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. അതിന് തൊട്ട് മുമ്പ് 16-ാം വാക്യം വായിക്കാം. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗ്രഹത്തോട് സഖ്യത ചെയ്തു. യോനാഥാൻ ദാവീദിന്റെ ഗ്രഹത്തോട്, ദാവീദിനോട് മാത്രമല്ല ദാവീദിന്റെ കുടുംബത്തോടും സഖ്യത ചെയ്തു. 14-ാം വാക്യം വായിക്കാം. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണിക്കേണ്ടത് എന്നോട് മാത്രമല്ല എൻ്റെ ഗ്രഹത്തോടും നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ച് കളയും കാലത്ത് അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗ്രഹത്തോട് സഖ്യത ചെയ്തു. യോനാഥാൻ പറഞ്ഞു, നീ ഒരിക്കൽ രാജാവാകും. ദാവീദെ, നീ പേടിക്കണ്ട, നീ മരണം അടുത്തൊന്നും പേടിക്കേണ്ട കാര്യമില്ല, നീ രാജാവാകും. അന്ന് എൻ്റെ സന്തതികളോട്, എൻ്റെ മക്കളോട് നീ ദയ ചെയ്യണം. അവർ രണ്ടുപേരും തമ്മിൽ സഖ്യത ചെയ്തു. നിനക്കൊരു ദോഷം വരാതെ അപ്പൻ നിന്നെ കൊല്ലാൻ തുടങ്ങുമ്പോൾ ഞാൻ കാര്യം നിന്നെ അറിയിച്ചു കൊള്ളാം, നിനക്ക് ഓടി രക്ഷപ്പെടാം.
അത് നീ രക്ഷപ്പെട്ട് നീ രാജാവായി തീരും, എനിക്കറിയാം, നിനക്ക് രാജ്യത്വം കിട്ടും. അന്ന് എൻ്റെ സന്തതികളോട് നീ കരുണ കാണിക്കണം. രണ്ടുപേരും സഖ്യത ചെയ്തു. അന്ന് ഒരു ഉഭയസമ്മതം ചെയ്തു. അതിനെ തുടർന്നാണ് ശൗലും യോനാഥാനും സൈന്യങ്ങളുടെ ആക്രമണത്തിൽ പെട്ടുപോയത്. ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അല്പം ഞെട്ടലുണ്ടാകും. ഗിൽബോ പർവ്വതത്തിൽ ശൗലും കുടുംബവും എല്ലാം ഒരുപോലെ ഫെലിസ്ത്യരുടെ വേട്ടയേറ്റ് മരിച്ചു. ദാവീദ് രാജസ്ഥാനത്ത് വരാൻ ഉള്ള എല്ലാ സാധ്യതകളുമായി ദാവീദ് രാജാവായി തീർന്നു. അപ്പോൾ ദാവീദ് ചിന്തിച്ചു, എനിക്ക് അന്നൊരു വാക്ക് ഞാൻ യോനാഥാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ രാജാവാകുമ്പോൾ യോനാഥാൻ്റെ മക്കളെ രക്ഷിച്ചു കൊള്ളാമെന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പാലിക്കണമല്ലോ. 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. 2 ശമൂവേൽ 9:1 മുതൽ. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി. രാജാവ് അവനോട്, നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന്, 2 കാലും മുടന്തായിട്ട് യോനാഥാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അവൻ എവിടെ എന്ന് രാജാവ് ചോദിച്ചതിന്, ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിലുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ ദാവീദ് രാജാവ് ആളയച്ച് ലോദേബാരിൽ അമ്മീനിയേലിൻ്റെ മകനായ മാഖീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകൻ മെഫിബോശെത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഈ 2 കാലം മുടന്നുള്ളവനായ ആ മെഫിബോശത്തിനെ വിളിച്ചു വരുത്തി അവൻ ദാവീദിന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ദാവീദ് മെഫിബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാൻ്റെ നിമിത്തം അപ്പനും ഞാൻ തമ്മിലുള്ളതായ ഒരു ഉടമ്പടിയുണ്ട്. നിന്റെ അപ്പനായ യോനാഥാൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. നിത്യം നീ ഭക്ഷണത്തെ കാര്യത്തെക്കുറിച്ച് വിഷമിക്കേണ്ട, കിടപ്പാടത്തെക്കുറിച്ച് വിഷമിക്കേണ്ട. എൻ്റെ രാജധാനിയിൽ തന്നെ നീ താമസിച്ചുകൊള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന മേശയെങ്കിൽ തന്നെ നീ ഭക്ഷണം കഴിച്ചുകൊള്ളൂ. നിത്യം എൻ്റെ മേശയെങ്കിൽ നീ ഭക്ഷണം കഴിച്ചുകൊള്ളുക. അവൻ നമസ്കരിച്ചും കൊണ്ട്, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ചത്ത നായെപ്പോലുള്ള ഈ നിസ്സാരനായ എന്നെ അനുഗ്രഹിപ്പാൻ, എന്നെ സഹായിപ്പാൻ ഞാൻ എന്തുള്ളൂ എന്ന് മെഫിബോശത്ത് വന്നു. 2 കാലും മുടന്നുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബലഹീനനായ അംഗഭംഗമുള്ളവനായ മെഫിബോശത്തിൻ്റെ കാര്യത്തിൽ ദാവീദ് ദയ കാണിച്ചു. ദാവീദ് ആ മെഫിബോശത്തിൻ്റെ കേടും വരാതെ കാക്കുവാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് ദയ കാണിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രതീകമാണ് ദാവീദ്. കർത്താവായ യേശുക്രിസ്തുവിനെ പറയുന്നുണ്ട്, ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായി ഉദയനക്ഷത്രമാകുന്നു എന്ന്. ശുഭ്രനക്ഷത്രം. ഈ ദാവീദിൻ്റെ വംശപരമ്പരയിലാണ് കർത്താവായ യേശുക്രിസ്തു ജനിച്ചത്. യേശുക്രിസ്തു അഗതികളെ സഹായിക്കുന്നവനാണ്. യേശുക്രിസ്തു അംഗഭംഗമുള്ളവരെ താങ്ങുന്നവനാണ്. യേശുക്രിസ്തു അനാഥരെ രക്ഷിക്കുന്നവനാണ്. യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും കാണുകയും നമ്മുടെ വേദന അറിയുകയും ചെയ്യുന്നവനാണ്. നോക്കൂ, ദാവീദ് പറയുന്നത്, നീ ഇനി അലഞ്ഞു തിരിയേണ്ട ആവശ്യമില്ല, മറ്റൊരു താമസിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കൂടാരത്തിൽ തന്നെ നിനക്ക് താമസിക്കാം, എൻ്റെ ഈ അരമനയിൽ തന്നെ നിനക്ക് താമസിക്കാം. മാത്രമല്ല, എൻ്റെ മേശയെങ്കിൽ, രാജാവ് കഴിക്കുന്ന മേശയെങ്കിൽ നിനക്ക് ഭക്ഷണം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് അതുവരെയും ഈ മെഫിബോശത്ത് താമസിച്ചത് ലോദേബാറിലാണ്. ലോദേബാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഉണങ്ങിയ സ്ഥലം, ഉണങ്ങിയ സ്ഥലം എന്നാണ്. വരണ്ട സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ രാജകൊട്ടാരത്തിൽ താമസിക്കുവാനുള്ളതായ ഒരു മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. നീ പറഞ്ഞല്ലോ, ഒന്ന്, യോനാഥാൻ നന്മ ചെയ്തതിന് അവൻ്റെ മകന് അതിൻ്റെ അനുഗ്രഹം കിട്ടി.
തലമുറകളുടെ മേൽ അനുഗ്രഹം വരും. നാം ഒരു നന്മ ചെയ്താൽ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അതിൻ്റെ ഗുണം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നാം തിന്മ ചെയ്താലോ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ദോഷവും വരും. മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ദോഷം വരും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം ഇതിനുമുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ്. ഒന്ന് വായിക്കൂ. പുറപ്പാട് 20:5. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ പകയ്ക്കുന്നവരിൽ, ദൈവത്തെ പകയ്ക്കുന്നവരിൽ, എന്നെ പകയ്ക്കുന്നവരിൽ മക്കളുടെ മേൽ ഒരാൾ എന്നെ പകച്ചാൽ, എൻ്റെ വഴി വിട്ടു പോയാൽ മക്കൾക്ക് ശിക്ഷ വരും. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. എത്ര ഭയാനകമായ കാര്യമാണത്, ഗൗരവമേറിയ കാര്യമാണ്. യോനാഥാൻ ഒരു നന്മ ചെയ്തു. ഇതാ അവൻ്റെ 2 കാലം ഉടന്തുള്ള മകന് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയാണ്. ദാവീദ് അനുഗ്രഹം കൊടുക്കുകയാണ്. നാം നന്മ ചെയ്തുകൊണ്ടിരിക്കുക, നാം നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മിൽ നിന്ന് ആർക്കും ഒരു ദോഷം വരരുത്, ആർക്കും ദോഷം വരരുത്, ആർക്കും ഒരു ദ്രോഹം സംഭവിക്കേണ്ട വരരുത്, ആർക്കും ഒരു നഷ്ടം വരാണ്ട വരുത്തരുത്. ആർക്കും, എത്ര ചെറിയവനാകട്ടെ വലിയവനാകട്ടെ, നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒരു നല്ല ഹൃദയം ഉണ്ടായിരിക്കണം, സ്നേഹമുള്ള ഹൃദയം. ഞങ്ങൾ പറയാറുണ്ടല്ലോ, സഭ മാറേണ്ട, ഹൃദയം മാറിയാൽ മതിയെന്ന്. സമുദായം മാറേണ്ട, ഹൃദയം മാറിയാൽ മതിയെന്ന്. ഹൃദയമാണ് മാറേണ്ടത്. പുറമേയുള്ള മാറ്റങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. സഭ മാറിയാലോ സമുദായം മാറിയാലോ ഇടവ മാറിയാലോ പള്ളി മാറിയാലോ അതുകൊണ്ട് ഒരു ഗുണവും കിട്ടുകയില്ല. നേരെ മറിച്ച് മാറേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത്. നമ്മുടെ ജീവിതം മാറണം. അഗതികളോട് നമുക്ക് ദയ തോന്നണം, പാവപ്പെട്ടവരോട് നമുക്ക് സഹതാപം തോന്നണം. വേദനിക്കുന്നതിൻ്റെ വേദനയിൽ നാം പങ്കുചേർന്ന് വേദനിക്കണം. ടു പെയിൻ വിത്ത് ദി പെയിൻ ഓഫ് ദ പെയിൻഡ്. വേദനിക്കുന്നതിൻ്റെ വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കുക. നമുക്കൊരു നിർമ്മലമായ ഹൃദയം ഉണ്ടായിരിക്കണം, ആർദ്രതയുള്ള ഹൃദയം ഉണ്ടായിരിക്കണം, സ്നേഹമുള്ള ഹൃദയം ഉണ്ടായിരിക്കണം. ആരും വേദനിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിച്ചു കൊള്ളണം. എങ്ങനെ സാധിക്കാതെ? യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കിട്ടിയാൽ മതി. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം വേദനിക്കേണ്ട വേദനയിൽ പങ്കുചേർന്ന് വേദനിക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. സഹായിച്ചുകൊള്ളൂ, ആരെയും സഹായിച്ചുകൊള്ളൂ. ശത്രുവോ മിത്രമോ നോക്കാതെ സഹായിച്ചുകൊള്ളൂ. നമ്മൾ എതിർക്കുന്നവരാണോ എന്ന് പോലും നോക്കണ്ട. സഹായം ചെയ്യാവുന്നിടത്തല്ല, സഹായിച്ചുകൊള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഉപകാരം ചെയ്തു കൊള്ളുക. യോനാഥാൻ്റെ മകൻ മെഫീബോശത്ത് ദാവീദിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് പറയുന്നത്. ലോദേബാരിൽ താമസിക്കുകയായിരുന്നു. നമ്മൾ അനേകം പേര് വരണ്ട നിലത്ത് താമസിക്കുന്നവരാണ്. വരണ്ട നിലം, വരൾച്ചയാണ്. നമ്മൾ അനേകം പേർക്ക് വരൾച്ച, യാതനയേറ്റ ജീവിതം, വരണ്ടുണങ്ങിയ ജീവിതം, സമാധാനമില്ലാത്ത ജീവിതം. അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ പലരുടെയും ജീവിതം അങ്ങനെയാണല്ലോ. വരണ്ടുണങ്ങിയ ജീവിതം, ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. ഒരുപക്ഷേ സ്വന്തം ഭർത്താവ് നേരത്തെ കടന്നു പോയതുകൊണ്ടുള്ള ആ വൈധവ്യത്തിൻ്റെ ദുഃഖമായിരിക്കാം, അല്ല ഭാര്യ നേരത്തെ കടന്നു പോയതുകൊണ്ടുള്ളതായ ദുഃഖമായിരിക്കാം, അതുമല്ല മക്കളില്ലാത്തതിൻ്റെ ദുഃഖമായിരിക്കാം, മക്കൾ രോഗികളായി തീർന്നതിന് ദുഃഖമായിരിക്കാം, മക്കൾക്ക് ജോലി ഇല്ലാത്തതിന് ദുഃഖമായിരിക്കാം, വരുമാനമാർഗ്ഗം ഇല്ലാത്തതിന് വിഷമായിരിക്കാം. ഇന്ന് അനേകം പേര് യാതനയേറ്റ് പെടയുകയാണ്. നമ്മുടെ ചുറ്റുപാട് നാം ഇത് കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോദേബാറിലാണ് നാം പലരും താമസിക്കുന്നത്. ലോദേബാർ വരണ്ട നിലത്താണ് നാം താമസിക്കുന്നത്. വരൾച്ചയാണ്. എന്നാൽ ജീവനുള്ള ക്രിസ്തു ഇന്ന് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മറ്റെങ്ങും പോകണ്ട, രാജാവിൻ്റെ അരമനയിലേക്ക് നിങ്ങൾക്ക് പോകാം. ലോദേബാരിൽ നിന്ന് രാജകുമാരൻ്റെ അരമനയിലേക്ക് പോകാം. ദാവീദ് രാജാവിൻ്റെ അരമനയിലേക്ക് ഈ മെഫീബോശത്തിനെ വിളിച്ചുകൊണ്ട് പോയതുപോലെ നമുക്ക് ഇന്ന് നാം വിളിക്കുന്ന സ്നേഹശബ്ദം കേട്ടുകൊണ്ട് ദാവീദ് രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്തഃപുരത്തിലേക്ക് കടന്നു ചെല്ലാം, ഊണുമേശങ്കിലേക്ക് ചെല്ലാം. നാം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കാലിന് മുടന്തുണ്ട്, പക്ഷേ ആ മുടന്താരും കാണുകയില്ല. കാരണം മേശയ്ക്ക് കീഴേ കാലും നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. ഊണുമേശയ്ക്ക് കീഴേ കാല് നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. ദാവീദ് രാജാവ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഒപ്പം മെഫീബോശത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എന്തൊരു അത്ഭുതം! ആ കാലിൽ മുടന്തിപ്പോൾ കാണുന്നില്ല, മറ്റാർക്കും കാണാൻ കിട്ടുന്നില്ല. മേശയുടെ ചുവട്ടിലേക്ക് കാല് നീട്ടി വെച്ചുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ ആ മുടന്താരും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലരും മുടന്തുള്ളവരാണ്, പാപമുള്ളവരാണ്, കുറവുള്ളവരാണ്. ചില ന്യൂനതകളൊക്കെ നമുക്കുണ്ട്, ചില പോരായ്മകളുണ്ട്. ഇല്ലേ? ഉണ്ടല്ലോ. നമ്മിൽ അനേകം പേർക്കും പലതരത്തിലുള്ളതായ കുറവുകളുണ്ട്. പക്ഷേ അതാരും കാണുകയില്ല. കാരണം ദാവീദിൻ്റെ മേശയ്ക്ക് കീഴേ അത് മറഞ്ഞിരിക്കുകയാണ്. രാജാധിരാജാവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ തിരുവസ്ത്രത്തിനുള്ളിലേക്ക് മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതയെല്ലാം മറച്ചു തരികയാണ്, നമ്മുടെ പാവങ്ങളെല്ലാം മറച്ചു തരികയാണ്. ഏതെല്ലാം പാവം നമുക്ക് വന്നിട്ടുണ്ടെങ്കിലും
എല്ലാം മറച്ചു തരുന്നു, എല്ലാം ക്ഷമിച്ചു തരുന്നു. എന്തെല്ലാം പാപം വന്നിട്ടുണ്ടെങ്കിലും, ഒരുപക്ഷേ ഏറ്റവും ഭയാനകമായ കൊലപാതകമോ അല്ല, ഏറ്റവും ഭയാനകമായ ദുർനടപ്പുകളോ അശുദ്ധ ജീവിതമോ, ഏറ്റവും ഹീനമായ ഏറ്റവും വൃത്തികെട്ടതായ മ്ലേച്ഛ ജീവിതമോ എന്തു തന്നെയായാലും അതൊന്നും ആരും കാണുകയില്ല. എല്ലാം ദാവീദ് രാജാവിൻ്റെ ഈ മേശയുടെ കീഴേ കാല് കിട്ടിയിരിക്കുന്നതുകൊണ്ട് ആരും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങളെല്ലാം ദൈവം മറച്ചു തരുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. നമ്മുടെ അകൃത്യങ്ങളൊക്കെ ദൈവം മറച്ചു തരുന്നു, എല്ലാ പാവവും ക്ഷമിച്ചു തരുന്നു. ഈ ലോദേബാരിൽ നിന്ന്, ഭൂഷണമായ മരുപ്പുറമയിൽ നിന്ന് മെഫീബോശത്തിനെ വിളിച്ചുകൊണ്ടുവന്ന് രാജാവിൻ്റെ സ്നേഹം നിറഞ്ഞ ആ സിംഹാസന മുറിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ രാജാവിൻ്റെ മേശയുടെ കീഴിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനുള്ളതായ ഭാഗ്യമാണ് മെഫീബോശത്തിന് ദാവീദ് കൊടുത്തിരിക്കുന്നത്. വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം മോചിക്കുന്നു, അകൃത്യം ക്ഷമിക്കുന്നു, പാപം ക്ഷമിക്കുന്നു. ഇത് നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. പാപങ്ങളൊക്കെയും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഇട്ട് കളയും. ഇനി കാണുകയില്ല. അങ്ങ് സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പാപവും ക്ഷമിച്ചു തരും. പ്രിയപ്പെട്ടവരെ, വന്നുപോയ പാവങ്ങളൊക്കെ ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം മതി. ദാവീദിൻ്റെ മേശയെങ്കിലേക്ക് വരിക. രാജാധിരാജാവായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തിരുമേശയെങ്കിലേക്ക് വരിക. യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരിക. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, 10 പൈസയും മുടക്കണ്ട. അതിനുവേണ്ടി നിങ്ങൾ ഒരു പുണ്യകർമ്മവും ചെയ്യണമെന്നില്ല, തീർത്ഥയാത്ര നടത്തണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, മറ്റൊന്നും ചെയ്യണ്ട. നീ ഇത്രയും മാത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതം യേശുക്രിസ്തുവിന് നിങ്ങൾ എഴുതി കൊടുക്കുക, തീരെഴുതി കൊടുക്കുക. ഈ ജീവിതം ഇനി എൻ്റേതല്ല, യേശുവിൻ്റേതാണ്. ഈ ജീവിതം ഇത്രയും കാലം ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാൻ ദൈവം അനുവദിച്ചു. ഇനിയുള്ള കാലം എത്രയുണ്ടോ അത് എത്രയും മുഴുവനും കർത്താവേ, ഇനി നിനക്ക് വേണ്ടി മാത്രം. ഈ ജീവിതത്തിൻ്റെ അവകാശം നീ മാത്രമാകുന്നു. എനിക്ക് സ്വന്തമായൊരു പരിപാടിയില്ല, സ്വന്തമായൊരു പ്ലാനില്ല, സ്വന്തമായൊരു പദ്ധതിയില്ല. എൻ്റേതെല്ലാം ഇതായി ഞാൻ എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുമോ? എന്നാൽ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഉള്ളത്തിൽ നിന്ന് പറയാൻ സാധിക്കുമോ? ഹൃദയത്തിൽ തീരുമാനം വരുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരും. മുഴുവനായിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം മറച്ചു തരും. പാപങ്ങളെല്ലാം മറച്ചു തരും. ബലഹീനതകളെല്ലാം മറച്ചു തരും. എല്ലാ ക്ഷീണവും മറച്ചു തരും. എല്ലാ വാട്ടവും മറച്ചു തരും. എല്ലാ മ്ലാനതയും മറച്ചു തരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറ്റിത്തരും. എല്ലാറ്റിനും സമാധാനം കിട്ടും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും. എന്നിട്ടോ കർത്താവ് യേശുക്രിസ്തു കൊണ്ട് ബലഹീനത ആരും കാണാതെ വേണം കർത്താവ് അത് മറച്ചു തരും. ലംഘനം ക്ഷമിച്ചും പാവം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. പാവം മറച്ചു തരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഒരു സെക്കൻഡ് ചിന്തിക്കൂ. മദ്യപാനം കൊണ്ട് മുടിഞ്ഞു പോയവരില്ലേ ഈ കൂട്ടത്തിൽ? മദ്യപാനം കൊണ്ട് മുടിഞ്ഞു പോയവർ, പണം മുടിഞ്ഞുപോയി, അനേകം പൈസ മുടക്കി നഷ്ടപ്പെട്ടു പോയി. മദ്യത്തിന് വേണ്ടി എല്ലാം കളഞ്ഞു കുളിച്ചു. കുടുംബസമാധാനം നഷ്ടപ്പെട്ടു. മക്കൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഭാര്യ അലമുറ കരച്ചിലാണ്. മദ്യം ഒരു വിഷമമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നെങ്കിലും തീരുമാനമെടുക്കൂ. മദ്യം തൊടുകയില്ല തീരുമാനിക്കൂ. സാധിക്കും നിങ്ങൾക്ക്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കുടുംബം ഐശ്വര്യപ്പെടും. മദ്യത്തിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. മദ്യപാനം ഏറ്റവും വലിയ ദുശ്ശീലമാണ്. അത് ഭയാനകമായ ആപത്തുകൾ വരുത്തുന്നതാണ്. അത് ഒരുപക്ഷെ ദുർനടപ്പിലേക്കും വ്യഭിചാര ജീവിതത്തിലേക്കും കൊലപാതകത്തിലേക്കും ദ്രവ്യാഗ്രഹത്തിലേക്കും പരസ്പരമുള്ള വൈരുദ്ധ്യത്തിലേക്കെല്ലാം നയിക്കുന്ന ഒരു മഹാപാതകമാണ്. തൊടുകയില്ല എന്ന് വയ്ക്കണം. മദ്യം തൊടുകയില്ല. മദ്യപാനികളിൽ നിന്ന് ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുന്ന ഇരിക്കുകയില്ല. കാരണം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവ ന്യായപ്രമാണത്തിൽ രസിച്ച് ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ധ്യാനിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയും ചെയ്യരുത്. മാറിപ്പോകണം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതകൾ കർത്താവ് മറച്ചു തരും. ലംഘനങ്ങളെല്ലാം ക്ഷമിച്ചു തരും. പാപങ്ങൾ മറച്ചു തരും. വന്നതെല്ലാം ക്ഷമിച്ചു തരും. അതിനാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. യേശുവിൻ്റെ കുരിശിലേക്ക് നിങ്ങൾ നോക്കുമോ? ഇന്ന് ഈ കാക്കളെ കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശ് നിങ്ങൾ ധ്യാനിക്കുമോ? ക്രൂശിതനായ യേശുവിനെ നിങ്ങൾ കാണുമോ? ക്രൂശിൽ കിടക്കുന്ന യേശു അവിടുന്ന് പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നു എന്നതെന്ന് ഇവരറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. ഈ സ്നേഹത്തെ നിങ്ങൾ കാണുക. ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ഈ സ്നേഹത്തെ നിങ്ങൾ കാണുക. ആ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ഹൃദയം ഊന്നുക. ഹൃദയം ഏകാഗ്രതയോടെ ആ സ്നേഹത്തിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ പാപത്തെ ഉപേക്ഷിക്കുക.
എല്ലാ തിന്മ ഉപേക്ഷിക്കുക, എല്ലാം മറച്ചു തരുന്ന ദൈവസ്നേഹത്തെ നിങ്ങൾ കാണുക. യേശുവിനെ നിങ്ങളുടെ ഹൃദയം തുറക്കുക. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് നിങ്ങൾ പറയുമോ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇനിമേൽ ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും, ഇനിമേൽ ഞാനൊരു പുതിയ സൃഷ്ടിയായിരിക്കും. ഇതാ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നു, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവേ, നിൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നിൽ അധിവസിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ തൊട്ടതിനായി നന്ദിയോടെ സ്തോത്രം. വിശ്വസിയുടെ മേൽ തൃക്കരം വെച്ചതിനായി സ്തോത്രം. കർത്താവേ, വിശ്വസിച്ചവർക്ക് ആത്മാവിനെ പകർന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, കുടുംബ സമാധാനം നൽകണമേ, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറഞ്ഞു വരുവാൻ ഞങ്ങൾ എല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൺ സൂര്യയിൽ.